വെൽക്കം ടു വൈൽഡ് മെലോ. ഇന്നത്തെ വീഡിയോ 2025 മാർച്ച് മാസം തൊഴിൽ വീതിയുടെ 4ാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നവഭാരത ശില്പികളിൽ ഒരാളായ രത്തൻ ടാറ്റ അന്തരിച്ച ദിവസം എന്നാണ്? 2024 ഒക്ടോബർ 9. നവഭാരത ശില്പികളിൽ ഒരാളായ രത്തൻ ടാറ്റ അന്തരിച്ച ദിവസം എന്നാണ്? 2024 ഒക്ടോബർ 9. രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? നോയൽ ടാറ്റ. രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ്? നോയൽ ടാറ്റ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ വിജയിച്ചത് ആരാണ്? മുംബൈ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ വിജയിച്ചതാരാണ്? മുംബൈ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ റണ്ണറപ്പായത് മധ്യപ്രദേശ്. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ റണ്ണറപ്പായത് മധ്യപ്രദേശ്. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അജിങ്ക്യ രഹാനെ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അജിങ്ക്യ രഹാനെ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണ്? അജിങ്ക്യ രഹാനെ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരാണ്? അജിങ്ക്യ രഹാനെ. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജഗ്ജിത് സിംഗ്. 17ാമത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ജഗ്ജിത് സിംഗ്. 2023 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ജേതാക്കളായത് പഞ്ചാബ്, റണ്ണറപ്പായത് ബറോഡ. 2023 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ജേതാക്കളായത് പഞ്ചാബ്, റണ്ണറപ്പായത് ബറോഡ. 2025 രാജ്യാന്തര വനിതാദിന പ്രമേയം എല്ലാ സ്ത്രീകളെയും ശാക്തീകരിക്കുക, സമത്വം, പുരോഗതി, ഉൾപ്പെടുത്തൽ. 2025 രാജ്യാന്തര വനിതാദിന പ്രമേയം എല്ലാ സ്ത്രീകളെയും ശാക്തീകരിക്കുക, സമത്വം, പുരോഗതി, ഉൾപ്പെടുത്തൽ. രാജ്യാന്തര വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 8. രാജ്യാന്തര വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസം മാർച്ച് 8. 2023-24 സ്വരാജ് പുരസ്കാരങ്ങളിൽ സംസ്ഥാനതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെളിയന്നൂർ. 2023-24 സ്വരാജ് പുരസ്കാരങ്ങളിൽ സംസ്ഥാനതലത്തിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് വെളിയന്നൂർ. മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തിലെ സ്വരാജ് പുരസ്കാരങ്ങൾ. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, 2ാമത് തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം, 2ാമത് തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. മികച്ച നഗരസഭ ഗുരുവായൂർ, 2ാമത് വടക്കാഞ്ചേരി, 3ാമത് ആന്തൂർ. മികച്ച നഗരസഭ ഗുരുവായൂർ, 2ാമത് വടക്കാഞ്ചേരി, 3ാമത് ആന്തൂർ. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, 2ാമത് കൊടകര തൃശൂർ, 3ാമത് നീലേശ്വരം കാസർഗോഡ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം, 2ാമത് കൊടകര തൃശൂർ, 3ാമത് നീലേശ്വരം കാസർഗോഡ്. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, 2ാമത് ഉഴമലക്കൽ തിരുവനന്തപുരം, 3ാമത് മറ്റത്തൂർ തൃശൂർ. മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം, 2ാമത് ഉഴമലക്കൽ തിരുവനന്തപുരം, 3ാമത് മറ്റത്തൂർ തൃശൂർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2023-24 വർഷം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരമായി നൽകുന്ന മഹാത്മാ പുരസ്കാരങ്ങൾക്ക് അർഹമായ തദ്ദേശ സ്ഥാപനങ്ങൾ. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം, 2ാമത് മൂട്ടാർ ആലപ്പുഴ, 3ാമത് കള്ളിക്കാട് തിരുവനന്തപുരം. മികച്ച ഗ്രാമപഞ്ചായത്ത് ഒറ്റശേഖരമംഗലം, 2ാമത് മൂട്ടാർ ആലപ്പുഴ, 3ാമത് കള്ളിക്കാട് തിരുവനന്തപുരം. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം, 2ാമത് നീലേശ്വരം കാസർഗോഡ്, 3ാമത് അട്ടപ്പാടി പാലക്കാട്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള തിരുവനന്തപുരം, 2ാമത് നീലേശ്വരം കാസർഗോഡ്, 3ാമത് അട്ടപ്പാടി പാലക്കാട്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾക്ക് അർഹമായ തദ്ദേശ സ്ഥാപനങ്ങൾ. മികച്ച കോർപ്പറേഷൻ കൊല്ലം. മികച്ച കോർപ്പറേഷൻ കൊല്ലം. മികച്ച മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി തൃശൂർ, 2ാമത് പട്ടാമ്പി പാലക്കാട്. മഹാത്മാ അയ്യങ്കാളി പുരസ്കാരങ്ങൾക്ക് അർഹമായ തദ്ദേശ സ്ഥാപനങ്ങൾ. മികച്ച കോർപ്പറേഷൻ കൊല്ലം. മികച്ച മുനിസിപ്പാലിറ്റി വടക്കാഞ്ചേരി തൃശൂർ, 2ാമത് പട്ടാമ്പി പാലക്കാട്. 2025 മാർച്ച് 12 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച ഗാന്ധിജിയുടെ എത്രാം കേരള സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു? 2ാം കേരള സന്ദർശനം. 2025 മാർച്ച് 12 ശതാബ്ദി ആഘോഷിച്ച ശ്രീനാരായണ ഗുരു ഗാന്ധിജി കൂടിക്കാഴ്ച ഗാന്ധിജിയുടെ എത്രാം കേരള സന്ദർശനത്തിന്റെ ഭാഗമായിരുന്നു? 2ാം കേരള സന്ദർശനം. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. ICC ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ.
കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന സ്പോർട്സ് പുരസ്കാരമായ ലോറസ് അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ താരം ഋഷഭ് പന്ത്. കായിക ഓസ്കാർ എന്നറിയപ്പെടുന്ന സ്പോർട്സ് പുരസ്കാരമായ ലോറസ് അവാർഡിനുള്ള അന്തിമ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ താരം ഋഷഭ് പന്ത്. ഇന്ത്യയുടെ പുതിയ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ഡോക്ടർ അഞ്ജു രതി റാണെ. ഇന്ത്യയുടെ പുതിയ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ഡോക്ടർ അഞ്ജു രതി റാണെ. അണ്ടർ 20 ലോക ജൂനിയർ ചെസ് കിരീടം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കിടേഷ്. അണ്ടർ 20 ലോക ജൂനിയർ ചെസ് കിരീടം സ്വന്തമാക്കിയത് പ്രണവ് വെങ്കിടേഷ്. 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് KV കുമാരൻ. നോവൽ യാനം. SL ഭൈരപ്പയുടെ നോവലായിട്ടുള്ള യാനത്തിന്റെ മലയാള പരിഭാഷയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. SL ഭൈരപ്പ കന്നഡ എഴുത്തുകാരനാണ്. 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനായത് KV കുമാരൻ. നോവൽ യാനം. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.